പ്രധാനമന്ത്രിയുടെ പാർട്ട്ണർ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി വി എൻ വാസവൻ. പ്രധാനമന്ത്രി കാണുന്ന രൂപത്തിലല്ല അദാനി LDF കാണുന്നത്. അദാനിയെ ശിങ്കിടി മുതലാളിത്തത്തിന്റെ ഭാഗമായി വളർത്തിയത് പ്രധാനമന്ത്രിയാണെന്നും വാസവൻ മീഡിയ മുന്നോട് പറഞ്ഞു. അദാനി സംസ്ഥാന സർക്കാരിന്റെ പാർട്ട്ണറാണെന്ന വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിലെ വി എൻ വാസവന്റെ പരാമർശത്തെ മോദി ആയുധമാക്കിയിരുന്നു. പ്രധാനമന്ത്രി കാണുന്ന രൂപത്തിലല്ല അദാനിയെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കാണുന്നത്. അദാനി അദ്ദേഹത്തെ ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ ഭാഗമായി സംരക്ഷിച്ച് വളർത്തിയെടുത്ത് ഭീമാകാരനാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന നയം. അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് മുമ്പുണ്ടാക്കിയ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു കരാറിൽ വിളിച്ചുകൊണ്ട് വന്ന ഒരാൾ ആ കരാർ പിന്നെ റദ്ദ് ചെയ്യാതെ പദ്ധതി നടക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ അവരെ പാർട്ണറാക്കി നിർത്തിക്കൊണ്ട് തന്നെ ആ കരാറിനോട് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നില്ല. അന്ന് തന്നെ അത് വിശദീകരിച്ച ഞങ്ങൾ കരാറിൻ്റെ ഉള്ളടക്കം നമുക്ക് സാമ്പത്തിക നഷ്ടം വലിയ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും അവരുണ്ടാക്കിയ കരാർ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതി നടക്കാൻ താമസം വരുമെന്നുള്ളത് കൊണ്ടാണ് ഇൻ പ്രിൻസിപ്പിൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ കരാർ പൊളിച്ചെഴുതാൻ ഇപ്പോൾ പുതുതായി കൺസ്ട്രക്ഷനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൽ സപ്ലിമെൻ്ററി കരാറിൽ അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനേക്കാൾ മെച്ചപ്പെട്ട കരാർ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ കരാറിൽ പ്രധാനമായി വ്യവസ്ഥ ചെയ്യുന്നത് അന്ന് 2040 ശേഷമാണ് ഇത് പൂർണ്ണമായി പൂർത്തീകരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 2028 2, 3, 4 ഘട്ടം കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ കാലദൈർഘ്യം എത്രയോ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നേട്ടം. രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞതനുസരിച്ച് മുമ്പുണ്ടാക്കിയ കരാറനുസരിച്ച് നമുക്ക് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് റിട്ടേൺ കിട്ടുന്ന രൂപത്തിലേക്ക് വന്നിരുന്നത്. ഇപ്പോൾ 2034 മുതൽ നമുക്ക് ലാഭവിഹിതം കിട്ടാവുന്ന രൂപത്തിലേക്ക് ആ കരാർ പൊളിച്ചെഴുതി. ഇത് രണ്ടും അവരുണ്ടാക്കിയ കരാറിന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടാക്കിയ കരാറാണ്. എന്നിരുന്നാലും അവരിപ്പോൾ പാർട്ണറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 65% തുകയും സംസ്ഥാന ഗവൺമെൻറ് മുടക്കി. 30% അടുത്ത തുക ഇപ്പോൾ അദാനി ഇടുന്നുണ്ട്. സ്വാഭാവികമായി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവർ പാർട്ണറാണ്. ആ പാർട്ണറാണെന്നുള്ള ആ അർത്ഥത്തിൽ മാത്രമാണ് അത് കാലാവധി കഴിയുമ്പോൾ അവർ വിട്ടുപോക്കണം, തുറമുഖം നമ്മുടേതാകും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വീക്ഷണം. മറ്റേ നരേന്ദ്രമോദി ഗവൺമെൻറ് കാണുന്നത് അങ്ങനെ വന്നിരുന്നല്ല, അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവർക്ക് വളരാനും വികസിക്കാനും അവരെ പൊതുമേഖലയില്ലാതെ സ്വകാര്യ മേഖല തന്നെ പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ വളർത്തിയെടുക്കുന്ന സമീപനവും മറിച്ച് അവരെ ഉപയോഗിച്ച് നമ്മൾ വളരാനെടുക്കുന്ന സമീപനവും രണ്ടും രണ്ടാണ്. അതാണ് ഈ കാര്യത്തിലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചപ്പാടല്ല ഞങ്ങൾ കണ്ട കാഴ്ചപ്പാടും ആ പ്രയോഗവും. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, മന്ത്രി വി എൻ വാസവന്റെ ഇന്നലത്തെ സ്വാഗത പ്രസംഗത്തിലെ അദാനി പ്രശംസ BJPയും മോദി മാത്രമല്ല കോൺഗ്രസും ഒരു ആയുധമാക്കി എടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? PC പ്രധാനമന്ത്രി വാസവന്റെ പ്രസംഗത്തിലെ വാക്കുകൾ അടർത്തിയെടുത്ത് അതിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ പ്രസംഗിച്ചത്. പ്രത്യേകിച്ച് അദാനിയെ വാസവൻ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ചതടക്കം ചൂണ്ടിക്കാണിക്കുകയും ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയമടക്കം ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയും തരൂരിനെയും വേദിയിലിരുത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടന്നത്. ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം മന്ത്രി വി എൻ വാസവൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാണുന്നത് പോലെ അല്ല അദാനിയെ ഇടതുമുന്നണി കാണുന്നത്. ഇതൊരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതി എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ചത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ, ആ കരാർ വലിയ നഷ്ടങ്ങൾ സംസ്ഥാനത്തിനുണ്ടാക്കുന്ന കരാറായിരുന്നു. ആ നഷ്ടങ്ങളുടെ തോത് കുറച്ച് വേഗത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് അദാനിയുമായി കൈകോർത്ത് മുന്നോട്ട് പോയത്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ പാർട്ണർ എന്ന് താൻ വിശേഷിപ്പിച്ചത്. നേരെ മറിച്ച് ശിങ്കിടി മുതലാളിത്ത വ്യവസ്ഥയിൽ വളർത്തി അദാനിയെ വലുതാക്കിയ മോദിയുടെയും BJPയുടെയും രാഷ്ട്രീയമല്ല തങ്ങളുടേതെന്നാണ് വാസവൻ പറയുന്നത്. അതുകൂടാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വേദിയിലിരുന്നുള്ള മുദ്രാവാക്യം വിളിയെയും വാസവൻ വിമർശിച്ചു. അതൊരു വ്യക്തിക്ക് ചേർന്ന പ്രവൃത്തിയല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആർക്കും ഭൂഷണമായ ഒരു പ്രവൃത്തിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സംസ്ഥാനം അയച്ച പേരുകളിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വെട്ടുകയും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തത് PMO ഓഫീസാണ് എന്നും വി എൻ വാസവൻ പറഞ്ഞു. അതുകൂടാതെ ഇപ്പോൾ
വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെയും മകളും അതുപോലെ കൊച്ചുമകനും ഭാര്യയും അടക്കം ഈ വിഴിഞ്ഞത്തെ പല ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു എന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെക്കെതിരെയും അദ്ദേഹം പ്രതികരിച്ചു. ഔദ്യോഗിക പരിപാടിക്കല്ല മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും വിഴിഞ്ഞത്തെത്തിയത്. അതൊരു സാധാരണ സന്ദർശനം മാത്രമായിരുന്നു. ഏത് പൊതുജനങ്ങൾക്കും വിഴിഞ്ഞത്ത് അത്തരത്തിൽ സന്ദർശനം നടത്താൻ കഴിയും. ഒരു കുടുംബസ്നേഹമുള്ള ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി ചെയ്തതിനോട് യോജിക്കാനേ നമുക്ക് കഴിയൂ എന്നാണ് വാസവൻ പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അദാനിയുമായി ചേർന്ന് വാസവനെ ഉൾപ്പെടുത്തി, സംസ്ഥാന സർക്കാരിനെ ഉൾപ്പെടുത്തി നടത്തിയ വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മന്ത്രി വി എൻ വാസവൻ. PC. ശരി ജോസി ബാബു.